So hi guys, Theturbo49 പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന റിവ്യൂ വീഡിയോ അല്ല, ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അതായത് ഞാൻ എന്റെ ബലൂണിക്ക് വേണ്ടി ഒരു ആംബിയന്റ് ലൈറ്റ് ഓർഡർ ചെയ്തതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു അൺബോക്സിംഗും അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു മെത്തഡിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രൈസിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം 370 രൂപയാണ് ഇതിന്റെ ഒരു പ്രൈസ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഓർഡർ ചെയ്തായിരുന്നു. നല്ല ഫാസ്റ്റ് ഡെലിവറി ആണ്, 2 ദിവസം കൊണ്ട് തന്നെ കിട്ടി. നല്ല എക്സൈറ്റഡ് ആണ് ഇത് ഓപ്പൺ ചെയ്തത്. നമുക്ക് പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ചാനൽ പുതിയ തരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ തന്നെ ബെല്ലൈക്കൺ തന്നെ ചെയ്തിരിക്കാം. സോ ഗൈസ് തുടങ്ങാം. സോ ഗൈസ് അപ്പോൾ ഇതാണ് ആ ഒരു ബോക്സിൽ വെച്ചിരിക്കുന്നത്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഈ ബോക്സിനുള്ളിലെയാണ് ഇതൊരു ബില്ലും കാര്യങ്ങളൊന്നും. ഓട്ടോമൊബൈൽ അറ്റ്മോസ്ഫിയർ ലാമ്പ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നിലെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്. ഇതിലെ MRP കിടക്കുന്നത് 999 രൂപയാണ്. ഇതിലുള്ള MRP വന്നിട്ടുള്ളത്. നമുക്കിത് വന്നിരിക്കുന്നത് ഏകദേശം 369 രൂപയ്ക്കാണ് ഈ ഒരു ലാമ്പ് നമുക്ക് ലഭിച്ചത്. ഇവിടെ തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിലെ ഒരു റിമോട്ട് വന്നിട്ടുണ്ട്. ഓണും ഓഫും ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ കളറൊക്കെ ചൂസ് ചെയ്യാനുള്ളൊരു ബട്ടൺ അതിന് മുകളിൽ കൊടുത്തിരിക്കുന്നത് കാണാം. അവിടെ തന്നെ ഒരു 12 വോൾട്ടിന്റെ സോക്കറ്റ് കണക്ട് ചെയ്യാനുള്ളൊരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ ഓൺ ഓഫിന്റെ ആ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. അവിടുന്ന് തന്നെ ഇതിനുള്ളിലെ ഒരു ഫ്യൂസ് വന്നിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. ഈ ഒരു ഭാഗത്തെ ഒരു കണക്ടർ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഭാഗത്തെ ഒരു IR കൺട്രോളർ എന്ന് പറഞ്ഞൊരു ചെറിയ ബോക്സ് പോലത്തെ ഒരു പാർട്ടുണ്ട്. അതിനുള്ളിൽ കണക്ട് ചെയ്യാനുള്ളൊരു പോർഷൻ കൊടുത്തിരിക്കുന്നത് കാണാം. അവിടുന്ന് തന്നെ 4 LED സ്ട്രിപ്പുകളാണ് ഈ ഒരു ബോക്സിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നിലെ 3M ടേപ്പ് കൊടുത്തിരിക്കുന്നത് കാണാം. ഒരു സിലിക്കൺ ഫിനിഷ് പോലുള്ളൊരു പാർട്ടാണ്, മെറ്റീരിയലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഫ്ലെക്സിബിൾ ആണ്. 12 LED ലൈറ്റ്സ് ആണ് ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വയറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്രയൊക്കെയാണ് ഒരു ബോക്സിനുള്ളിൽ കണ്ടന്റ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സാധനം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. സോ ഗൈസ്, ആദ്യം നമുക്ക് IR കൺട്രോളിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ ഒരു ഭാഗത്തെ ഓൺ ഓഫിന്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഇതാണ് 4 LED സ്ട്രിപ്പ് ലൈറ്റ്. ഇനി നമുക്ക് ഈ റിമോട്ടിലൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. ഈ IR കൺട്രോളിന് അടുത്തായിട്ടാണ് ഇതിന്റെ ഒരു റിമോട്ടിന്റെ ഒരു സെൻസർ വന്നിട്ടുള്ളത്. അവിടുന്ന് തന്നെ ഇതിനുള്ള ബട്ടണുള്ള, അതായത് റിമോട്ടിനുള്ള റെഡ്, ഗ്രീൻ, ബ്ലൂ, വൈറ്റ് എന്ന് പല കളറിന്റെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ, വൈറ്റ്, ഓറഞ്ച്, യെല്ലോ, പർപ്പിൾ എന്നീ കളറുകളിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു ബ്രൈറ്റ്നസ് ഈ ഒരു ഭാഗത്തായി കുറയ്ക്കാനും കൂട്ടാനും ഉള്ള ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. അവിടുന്ന് തന്നെ ഓൺ ഓഫിന്റെ ഒരു സ്വിച്ചും ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് വരുമ്പോൾ മ്യൂസിക്കിന്റെ ഒരു രീതിയിലുള്ള 4 സ്വിച്ചുകൾ വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് പല കളറായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും.
ഇങ്ങനെ ധാരാളം കൺട്രോൾസ് ഈ ഒരു റിമോട്ടിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ IR കൺട്രോൾ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു കണക്ടറോടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ IR കൺട്രോളറിൻ്റെ ഈ ഒരു ബോക്സ് പോലത്തെ പ്ലേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായി താഴെ നമുക്ക് ഫിക്സ് ചെയ്യാം. അതിന് മുന്നിലെ ഡബിൾ സൈഡ് ടേപ്പ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. താഴെ ചെറിയൊരു പ്ലേസ് ഉണ്ട്, അവിടെ നിന്ന് തുടച്ചിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് അതിൻ്റെ IR കൺട്രോൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് താഴെ ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഈ LED സ്ട്രിപ്പിലേക്ക് വരുമ്പോൾ IR കൺട്രോളിന് 2 എണ്ണം ചെറിയ വയറും അതുപോലെ തന്നെ 2 എണ്ണം പിന്നിലേക്കുള്ളതിന് കുറച്ചുകൂടെ നീളമുള്ള വയറുമാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലുള്ളതിന് ആദ്യം ഒരെണ്ണം നമുക്ക് ഈ ഒരു ഭാഗത്തെ ഒട്ടിച്ച് നോക്കാം. അതായത് ഈ ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ഡോർ തുറക്കുന്നതിന് തൊട്ട് പിന്നിലായാണ് ചെറിയൊരു പ്ലാസ്റ്റിക് ഏരിയ വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഏരിയയിലാണിത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വലിയ വേറെ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിന് വലിയ തന്നെ 3Mൻ്റെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഒട്ടിക്കുന്ന സ്ഥലം നല്ലപോലെ തുടച്ചിട്ട് വേണം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ. ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ഡ്രൈവർ സൈഡ് അതുപോലെ തന്നെ പിന്നിലെ 2 എണ്ണം ഫിക്സ് ചെയ്യാം. നമ്മൾ ബാക്കി പുറകോട്ടുള്ള 2 എണ്ണത്തിൻ്റെ വയർ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു സെൻട്രൽ കൺസോളിൻ്റെ ഈ ഇടയ്ക്കൂടെ വയറിങ്ങനെ കൊടുത്തിരിക്കുകയാണ്. നേരെ പിന്നിലേക്ക് വരുമ്പോൾ ഒരെണ്ണം ഈ ഒരു ഭാഗത്തായി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ലെഫ്റ്റ് സൈഡ് പാസഞ്ചർ സൈഡ് സീറ്റിൻ്റെ പിന്നിലേക്ക് വരാനും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്കുള്ളത് താഴെ നിന്ന് തന്നെ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ സോ ഗൈസ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി എൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ ഈ 12 വോൾട്ട് സോക്കറ്റിലാണ് ഇതിൻ്റെ കണക്ടർ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് ഓൺ ആക്കിയപ്പോൾ ഇതാണ് ആ ഒരു LED ലൈറ്റിൻ്റെ ആ ഒരു ഇത് വരുന്നത്. ഞാൻ ലൈറ്റ് ഓഫ് ആക്കി കാണിക്കാം. നൈറ്റിൽ ഏകദേശം ഇതുപോലത്തെ ഒരു വ്യൂ ആണ് ലഭിക്കുന്നത്. നല്ല രീതിയിലുള്ളൊരു ഫീല് ഉള്ളിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നിലേക്ക് വരുമ്പോഴും ആണ് പിന്നിൽ ലഭിക്കുന്നൊരു വ്യൂവും കാര്യങ്ങളും. പിന്നിലെ സീറ്റിനടിയിലാണ് LED സ്ട്രിപ്പ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ നമ്മുടെ ചാർജറിൻ്റെ ഒക്കെ സോക്കറ്റ് ആ ഒരു ഭാഗത്തായിരുന്നു. അപ്പോൾ അതിനെ ഇനി ഒഴിവാക്കി പിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് ചാർജറിൻ്റെ ആ ഒരു സോക്കറ്റ് കൊടുത്തുള്ളത്. അവിടെ അത് ഫിക്സ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അവിടുന്ന് ഇനി ഇതിൻ്റെ റിമോട്ടിലേക്ക് ഇനി വരുമ്പോൾ ഉള്ളിലെ ഓൺ ഓഫിൻ്റെ സ്വിച്ച് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു IR കൺട്രോളിൻ്റെ അടുത്താണ് അതിൻ്റെ ഒരു വർക്കിംഗ് ചെയ്യുന്നത്. ഓൺ ഓഫ് അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷനുണ്ട്. മാക്സിമം ആകുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യും. അവിടുന്ന് തന്നെ
താഴെ റെഡ്, ഓറഞ്ച്, യെല്ലോ, സ്കൈ ബ്ലൂ, അതുപോലെ തന്നെ പർപ്പിൾ എന്ന കളറുകളിലാണിത് കൊടുത്തിട്ടുള്ളത്. അതിനായിട്ട് ജമ്പ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഫെയ്ഡ് എന്ന് പറഞ്ഞാൽ 4 സ്വിച്ചുകൾ വന്നിട്ടുണ്ട്. ഫെയ്ഡിന് വരുമ്പോഴും ലൈറ്റായിട്ട് ഇങ്ങനെ ഫെയ്ഡായി പോകുന്നതാണ്. ഇത് ജമ്പ് എന്ന് പറഞ്ഞാൽ 2 സ്വിച്ചുകളാണ്. കളർ പെട്ടെന്ന് മാറിപ്പോവും. ഫെയ്ഡിലേക്ക് വരുമ്പോൾ പയ്യെ കളർ ചേഞ്ച് ആവുന്നതാണ്. അതിന് താഴെ മ്യൂസിക്കിൻ്റെ കുറച്ച് സിമ്പിളുള്ള കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് മ്യൂസിക്കിൻ്റെ ഒക്കെ അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്നതനുസരിച്ച് ആ ഒരു ലൈറ്റ് ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാം. നമുക്ക് ജസ്റ്റ് ഒരു പാട്ടിട്ട് നോക്കാം. അപ്പം മ്യൂസിക്കിനനുസരിച്ച് അത് ചേഞ്ച് ആവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ സംസാരിക്കുന്നതനുസരിച്ച് ആ ഒരു കളർ ലൈറ്റ് ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിമോട്ടിൻ്റെ കാര്യം എനിക്കിതിൽ വന്ന റിമോട്ടിൻ്റെ സെല്ല് വർക്കിംഗ് അല്ലായിരുന്നു. ഞാനപ്പോൾ മാറ്റിയിട്ട് എൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ റിമോട്ടിലുള്ള സെല്ല് എടുത്തിട്ടപ്പോഴാണിത് റിമോട്ട് വർക്കിംഗ് ആയത്. അതായത് ഈ ടൈപ്പിലുള്ള സെല്ലാണ് ഇതിൽ കൊടുത്തിരുന്നത്. ഇത് വർക്കിംഗ് അല്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഒരു 3M ടേപ്പ് അതിൽ കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടു. പക്ഷേ അത് ഒറിജിനലാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതിൻ്റെ പശ തീരെയില്ലായിരുന്നു. ഒട്ടിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ അത് ഒട്ടുന്നില്ലായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ ഇളകി വരുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഡബിൾ സൈഡ് ടേപ്പ് അത് കൊണ്ടുവച്ചു. ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ഞാനിതെല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സംസാരിക്കാൻ അനുസരിച്ച് അതുപോലെ തന്നെ പാട്ടിനോട് ചേഞ്ച് ആവുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ മിനി ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. തേർഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ നിന്നിട്ടാണ് ബ്ലിങ്ക് ചെയ്യുന്നത്, പെട്ടെന്ന് ആവുന്നില്ല. അത് സെക്കൻഡിൽ കുറച്ച് സ്പീഡിൽ ബ്ലിങ്ക് ആവുന്നുണ്ടെങ്കിൽ തേർഡിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഫോർത്തിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാത്തപ്പം, അതായത് പാട്ടൊന്നും കേൾക്കാത്തപ്പോൾ അതിങ്ങനെ ഫുൾ ഓഫായി കിടക്കും. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ കണ്ടോ, അത് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ മാത്രമേ അത് കത്തുള്ളൂ, അല്ലാത്ത സമയത്ത് അത് തന്നെ ഓഫായി കിടക്കും. അതാണ് ഫോർത്തിൻ്റെ പ്രത്യേകത. നമ്മൾ സെക്കൻഡിലായിരുന്നു, ഫസ്റ്റിൽ ഇട്ടേക്കുമ്പോൾ നമ്മളിങ്ങനെ പാട്ടിടുമ്പോൾ പാട്ടിനനുസരിച്ച് ഇങ്ങനെ ലൈറ്റ് ചേഞ്ച് ആവുന്നത് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്വിച്ചിന് ചുറ്റും റെഡ് ഇലുമിനേഷൻ കൊടുത്തിട്ടുണ്ട്. സ്വിച്ചിനകത്ത് വേണ്ട സമയത്ത് അത് വേണേൽ ഓഫാക്കി ഇടാം. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. മേടിച്ചിട്ട് എനിക്ക് വന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടേപ്പ് ശരിയല്ലായിരുന്നു. 3M ടേപ്പാണെന്ന് അതിൽ എഴുതി വെച്ചത്, പക്ഷേ അത് ഒറിജിനൽ ആണെന്ന് സംശയമുണ്ട്. കാരണം അത് ഒട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് അത് ഫിക്സ് ചെയ്തത്. അതുപോലെ റിമോട്ടിൻ്റെ സെല്ലിൻ്റെ കാര്യം, ഈ റിമോട്ടിൽ വന്ന സെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു സെല്ലായിരുന്നു ഇതിനുള്ളിൽ കൊടുത്തിരുന്നത്. ഇത് വർക്കിംഗ് അല്ല. ഞാൻ ഇട്ടിട്ട് ഒത്തിരി നോക്കി, ജസ്റ്റ് അത് വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള വണ്ടിയുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ റിമോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെല്ല് യൂണിറ്റ് ഇതിലിട്ടപ്പോഴാണ് ഇത് വർക്കിംഗ് ആയത്. അപ്പോൾ ആ 2 കാര്യം എനിക്ക് ഒരു പ്രോബ്ലമായിട്ട് തോന്നി. പിന്നെ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ആംബുലൻസിലൊക്കെ രാത്രിയിലൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ നല്ല രീതിയിലുള്ളൊരു എഫക്റ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്കായി ഞാൻ ഇതിൻ്റെ ഒരു ബൈ ചെയ്യാനുള്ള ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ എനിക്ക് ഇത് 2 ഇതായിട്ട് തോന്നി. അതായത് റിമോട്ട് വർക്കിംഗ് അല്ലായിരുന്നു, അതുപോലെ തന്നെ ടേപ്പ് നല്ലതല്ലായിരുന്നു. ഈ 2 കാര്യം എനിക്ക് ഇതിലൊരു പ്രശ്നമായിട്ട് തോന്നുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ തന്നെയാണ്. വയറിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വയറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. തന്നെ എല്ലാ ഒരു 12 വോൾട്ട് കണക്റ്റ് ഉള്ള ഒരു സോക്കറ്റിനുള്ളിലെ ഒരു ഫ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ IR കണക്ടർ, വയറും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അത്യാവശ്യം എല്ലായിടും നല്ല കറക്റ്റായിട്ട് ഫിക്സ് ആവാനുള്ളൊരു വയറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ളതെന്ന്, വീഡിയോ ഒക്കെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാലും ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.